ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അടുത്തതായിട്ട് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ പ്ലാൻ ചെയ്യുന്നത്. കറന്റ് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസ് നമ്മളിവിടെ നോക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. പോസിറ്റീവ് വൈബോടുകൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അടുത്തതായിട്ട് എന്ത് പ്ലാനാണ് അവർ എടുക്കുന്നത്, അല്ലെ കറന്റ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു എനർജീസ് നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്ലാൻ എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത പ്ലാൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണ്, ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് പ്ലാൻ എന്താണ് അവർ എടുക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ അടുത്ത പ്ലാൻ എന്താണ് അവർ എടുക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്ലാൻ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തൊരു പ്ലാനുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് ആക്ഷൻ എടുക്കാനുള്ള പ്ലാനുകളാണ് അവർ റിലേഷൻഷിപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള എനർജിയാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്താണ്, ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യവും നമ്മളോട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കൊരു മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. കറന്റ്ലി നമുക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഒത്തിരി ചേഞ്ചസ് വന്നു നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇതിനു മുൻപ് എന്തായിരുന്നോ ആ ഒരു രീതിയിലല്ല നിങ്ങളിപ്പോൾ. നിങ്ങൾക്ക് ഒരു ടോട്ടൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി സ്വന്തം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് വേണം എന്ന് നിലയുറപ്പിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് നിങ്ങളുടെ ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നേരത്തെ നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഫുള്ളി ഡിപ്പെൻഡ് ആയി നിൽക്കുന്ന ഒരു രീതിയിലുള്ള എനർജി ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ്, നിങ്ങൾ ഈ ഒരു പേഴ്സൺ എന്നല്ല എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു ഇടം വേണമെന്നോ, നിങ്ങൾക്കായിട്ട് ഫ്രണ്ട്സ് വേണമെന്നോ, നിങ്ങൾക്കായിട്ട് സാമ്പത്തികം വേണമെന്നോ ഈ ഒരു രീതിയിലൊരു ചിന്ത പോലും ഇല്ലായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെറുതെ നിൽക്കുക ഒരാളായി, ആ ഒരു രീതിയിലായിരുന്നു നിങ്ങളുടെ ഒരു എനർജി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഗ്രൗണ്ട് വേണം, നിങ്ങൾക്കൊരു സ്റ്റാൻഡ് വേണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. ഒരു മാറ്റം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മുൻപ് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നില്ല. അപ്പം അത്രത്തോളം ഒരു അൺകണ്ടീഷണൽ ലവ് ഉള്ള നമ്മുടെ ഒരു പാർട്ട്ണറിനെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാത്ത, അല്ലെങ്കിൽ അവർ ഒരു തരത്തിലും വിഷമിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. അതായത് പാർട്ട്ണറിനെ അത്രത്തോളം കെയർ ചെയ്ത് കരുതലോടുകൂടി കൊണ്ടു നടക്കുന്ന, ഒരുപാട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു നിങ്ങൾ. ഇപ്പോൾ അവര് നമ്മളോടൊക്കെ നമ്മളോട് ഒരു ചീറ്റ് ചെയ്തിട്ടുണ്ട്, പല കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ക്ഷമിച്ചു കൊടുക്കാനും അവരുടേതായിട്ടുള്ള മിസ്റ്റേക്ക് കണ്ടില്ല എന്ന് നടിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. കാരണം അത്രത്തോളം ഒരു പാർട്ട്ണറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് ഇവരോടുള്ള ഒരു സ്നേഹം മനസ്സിൽ നിന്ന് പോയി എന്നതല്ല, കുറച്ചുകൂടിയൊക്കെ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ഒരു ലേണിംഗ് പ്രോസസ്സിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ലൈഫിൽ പോകേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ പുതിയ ഒരു ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണോടുള്ള
നിങ്ങളുടെ അതിര് കവിഞ്ഞ ഒരു സ്നേഹവും വിശ്വാസവും കെയറിങ്ങും എല്ലാം നിങ്ങൾക്ക് ഒരു പണി തന്നതായിട്ടാണ് കാണുന്നത്. ഓവറായിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചു. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മറ്റാരെയും സ്നേഹിക്കാത്തതുപോലെ നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ടാകാം. ആ ഒരു കാര്യം തന്നെ ആയിരിക്കാം നിങ്ങളെ ഒരു വിഷമഘട്ടത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അമിതമായിട്ടുള്ള സ്നേഹം കൊടുക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു ബൗണ്ടറീസ് വെക്കാറില്ല. അപ്പോൾ സ്വന്തം കാര്യം അത്രത്തോളം നോക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ ഒരു നിങ്ങൾ എന്ന് പറയുന്ന ആള്. ആ ഒരു പേഴ്സൺ എന്ത് പറയുന്നോ മറ്റുള്ളവരെ മുതലെടുക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ. അപ്പൊ ആ ഒരു പേഴ്സൺ എന്ത് പറയുന്നോ ആ ഒരു രീതിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ആഘാതം തന്ന് മൂവ് ഓൺ ചെയ്തു പോയിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കാം അത്തരം ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വ്യക്തി യാതൊരു ക്ലാരിറ്റിയും തരാതെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങൾ, നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ, അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അത്തരത്തിൽ ഒരു എന്താണെങ്കിലും ഒരു വലിയ ആഘാതം അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് നിങ്ങളെ തള്ളിയിടുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഈ ഒരു പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പതനം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരെ കൊണ്ടുപോയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് തകർന്നു പോകുന്ന അവസ്ഥയായിരിക്കാം. പക്ഷെ അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു പേഴ്സൺ എങ്ങോട്ടാണ് പോയിട്ടുള്ളതെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് അതിൻ്റെതായ ഒരു റിഗ്രറ്റ് ഒന്നും ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങളോട് ഇത്തരം ഒരു മോശം രീതിയിൽ പെരുമാറിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രവർത്തിച്ചിട്ടാണല്ലോ പോയിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ഒരു മോശം കാര്യങ്ങളൊന്നും അവർക്ക് ഒരു റിഗ്രറ്റ് തോന്നിയിരുന്നില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ വ്യക്തി തകർന്നു പോകുമോ എന്ന് പോലും ഒരിക്കലും ചിന്തിക്കാതെ പോയ ഒരു വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ഇവിടെ കിട്ടുന്നത്. സ്വന്തം സന്തോഷങ്ങൾ നോക്കി പോകുന്നുവെങ്കിൽ നമ്മളോട് തന്നെയാണ് സ്നേഹമുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ അത്രയ്ക്ക് ഒരു വാല്യൂ കൊടുക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം ഈ ഒരു പേഴ്സണും അങ്ങനെ തന്നെയാണ്. ഒരു റിഗ്രറ്റും ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. ഇത്രയും തകർന്ന അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ ഇപ്പോഴുള്ള ഈ ഒരു വ്യക്തി ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ മാറ്റത്തിന്റെ ഒരു കാലഘട്ടം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. നിങ്ങൾ മുൻപായിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കേണ്ടായിരുന്നു, ഈ ഒരു വ്യക്തിയുമായിട്ട് വളരെ അഡിഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും എന്ന രീതിയിൽ വരെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ ആരില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നതായിട്ട് നിങ്ങളുടെ എനർജി നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷെ കറന്റ് ഇവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഓവറായിട്ട് ഒരു വ്യക്തിക്കൊരു അറ്റാച്ച്മെന്റ് കൊടുക്കുന്നില്ല. അവരെ ഓർത്ത് വിഷമിക്കാനൊന്നും നിങ്ങൾ നിൽക്കുന്നുമില്ല. അത്തരത്തിലുള്ള എനർജിയാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് അന്വേഷിക്കുന്ന ഒരു സമയമായിരിക്കാം നിങ്ങളിത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല ഓഫറുകൾ കിട്ടിയിട്ടുണ്ടാവും. ഫൈനാൻഷ്യലി സാമ്പത്തികപരമായ ഓഫറുകൾ, അതുപോലെ ജോബുകൾ, അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ കടന്നു വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ കരിയർ ആയിരിക്കാം. എന്തിലൊക്കെയോ നിങ്ങൾക്ക് കുറെ ഓഫറുകൾ കിട്ടിയിരിക്കുന്നു. ഒരു പുത്തൻ ഉണർവ്, അല്ലെങ്കിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന ആ ഒരു വാശി പോലെയുള്ള ആ ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഒരു പേഴ്സന്റെ ആബ്സെൻസ് അല്ലെങ്കിൽ അവരുടെ അവഗണനകൾ ഇതൊന്നും നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നമല്ലാതായിരിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു റോൾ മോഡൽ ആണെന്ന് പറയാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിഷമിക്കുന്നവർക്ക് ഇത്തരം ആളുകളെ ഒരു റോൾ മോഡൽ ആക്കാവുന്നതാണ്. കാരണം അത്രയും ഒരു ഡിപ്രഷനിൽ നിന്നാണ് നിങ്ങൾ കരകയറി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡുകൾ കൂടി ഒന്ന് എടുത്തു നോക്കാം. ക്ലാരിഫിക്കേഷൻ കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡുകൾ കൂടി നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, നമുക്ക് ദ ഫുൾ കാർഡും ഹെർമിറ്റ് കാർഡും റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 3 of Pentacles,
ഓക്കെ, സോൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ ചേസ് ചെയ്യുന്നത് നിർത്തി, അതുകൊണ്ട് ഇവർക്ക് പേടിയാണ് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവർ ചിന്തിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് നന്നായി ഹീൽ ചെയ്ത് നല്ല സ്മാർട്ടായിട്ട് ഇരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ ഈ ഒരു മാറ്റം ഈ ഒരു പേഴ്സണ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു രീതിയിൽ അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ലൈഫിനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള ഒരു കാര്യം അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അവരുടെ കാൽച്ചുവട്ടിൽ കിടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരുപാട് ഈ സമയത്ത് മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ അവർക്കൊരു വിലയും ഇല്ലാതാകാനായിട്ട് അവര് ആഗ്രഹിക്കുന്നില്ല. സോ റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതാണ് അതൊരു കാരണം കൂടിയാണ്. പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു ഒരു പച്ചപ്പ് കണ്ട് എങ്ങോട്ടാണോ നിങ്ങൾ ഉപേക്ഷിച്ച് ആ വ്യക്തി പോയത്, അവിടെ അവർ പ്രതീക്ഷിച്ച ഒന്നും തന്നെ അവർക്ക് കിട്ടിയില്ല. എന്ന ഈ രണ്ട് കാരണങ്ങളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതിനുള്ള രണ്ട് കാരണങ്ങൾ. പിന്നെ ഒരു ജഡ്ജ്മെന്റ് പീരീഡ് ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ലൈഫിൽ. അവരുടെ ലൈഫിൽ ഒരു കർമ്മഫലം അവർക്ക് കിട്ടി. അതായത് സ്വയം തിരിച്ചറിയാനുള്ള അവസരം അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടായി എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആര് ചത്താലും ജീവിച്ചാലും എനിക്ക് എന്റെ കാര്യം മാത്രം എന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു അടി കിട്ടിയിട്ടുണ്ട്. അത് അവർക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു വ്യക്തിക്ക് അത് ഒരു തിരിച്ചറിവ് കൊടുത്തു. ആ ഒരു വ്യക്തിക്ക് ആള് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങും. അത്തരം ഒരു മാറ്റം നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട് എന്ന് കാണുന്നു. അപ്പൊ അതിൽ നിന്ന് അവര് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ നിങ്ങൾ ഈ വ്യക്തി അടുത്ത് വേണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചപ്പോഴൊന്നും നിങ്ങൾക്ക് അവരെ കിട്ടിയിട്ടില്ല. ഇന്ന് ആ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അടുത്തുണ്ടാവണം എന്നെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ പോലെ ആരെയും അവർക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്ന് ഒരു ക്ഷമയൊക്കെ പറയാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു, പ്ലാൻ ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. കാരണം റിലേഷൻഷിപ്പ് തിരിച്ചു വേണമെന്ന് ഇവർ ഒത്തിരി ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വന്ന് ഒരു ക്ഷമയൊക്കെ പറഞ്ഞ് നിങ്ങളിലേക്ക് തിരികെ വരാമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളിൽ നിന്നുള്ള ഒരു സ്നേഹം അനുഭവിക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ അധികമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എത്രയും വേഗം ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ചിലർക്ക് ഇതിനോടകം തന്നെ ഒരു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടായിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പം തേർഡ് പാർട്ടിയോട് ഒരു ആർഗ്യുമെന്റ്സോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട്സോ ഒക്കെ ഉണ്ടാക്കിയിട്ടായാലും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ പോയിട്ടുണ്ടാകാം. എങ്കിൽ അതെല്ലാം ഇവര് ഒരു അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്, അവർക്ക് ടെൻഷൻ നൽകുകയാണ് ആ ഒരു കാര്യങ്ങളെല്ലാം. അപ്പൊ ഈ ഒരു റിലേഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ഈ വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളെ അന്വേഷിച്ച് വരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ ഈ ഒരു റീഡിങ്ങിലെ മുഴുവൻ നിങ്ങളുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, കൂടുതലായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഓക്കെ, നിങ്ങളില്ല എന്നുള്ളതിനാൽ അവര് വെറും ശൂന്യമാണ്. നിങ്ങളില്ല എങ്കിൽ അവർ ഒരു ശൂന്യമാണ് എന്ന് അവർക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നു എന്ന് അവർ പറയുകയാണ്. ഐ ആം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. സത്യം എന്താണ് എന്നുള്ളൊരു കാര്യം, കുറച്ച് സത്യങ്ങളൊക്കെ അവർക്ക് പറയാനുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അവർ റെഡിയാണ് ഈ ഒരു സമയത്ത് എന്ന് പറയുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, അവർ റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട്. Right now, I am realizing that I was selfish and immature. Please forgive me. I am sorry. Okay, നമ്മൾ ഓൾറെഡി റീഡിങ്ങിൽ കണ്ടായിരുന്നു, അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, വരാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് എന്നുള്ളൊരു കാര്യം. അത് തന്നെയാണ്, അവർ ഒത്തിരി വൈകിയാണ് അവരൊരു സെൽഫിഷ് ആണ് അല്ലെങ്കിൽ ഒരു ഇമ്മച്ചുർ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയത് എന്ന് ഒരു സമയത്ത് അവർ പറയുകയാണ്.
ഇഫ് ഐ നോ വാട്ട് ലവ് ഈസ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. ഓക്കെ, എന്താണ് സ്നേഹം എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത് നീ ഒരാളിൽ നിന്ന് മാത്രമാണ് എന്ന് ഈ വ്യക്തി പറയുകയാണ്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് us ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. ഓക്കെ, നീ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് നമ്മളെ ഒരുമിച്ച് ചേരാനായിട്ട് ഒരുമിച്ച് ചേരുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യം ഈ വ്യക്തിയോട് പറയുകയാണ്. ഓക്കെ, യു ടച്ച്ഡ് മൈ ഹാർട്ട്. അവരുടെ ഹൃദയത്തെ തൊട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ ഈ ഒരു സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ മിസ് യുവർ പ്രസൻസ്. നിങ്ങളുടെ പ്രസൻസ് അവർ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഗാർഡനിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. അതുപോലെ ചൈൽഡിഷ്, 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. സപ്പോർട്ടീവ്, ഓക്കെ, 47 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. നമ്പർ 23 കിട്ടുന്നുണ്ട്. നമ്പർ 21, ലെറ്റർ ഡി, നമ്പർ 33, മോൾ ഓൺ റൈറ്റ് ഹാൻഡ്. റൈറ്റ് സൈഡിൽ കയ്യിൽ റൈറ്റ് ഹാൻഡിൽ മറുകുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. റെഡ് കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 22 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 37, ലെറ്റർ ഇ, നെക്സ്റ്റ് മന്ത്. ഓക്കെ, നമ്പർ 42, മാർച്ച് മന്ത്, ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. 1984, 1999, സെൻസിറ്റീവ്. ഓക്കെ, ലെറ്റർ എ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എ, ലെറ്റർ ബി കിട്ടുന്നുണ്ട്. 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ടീ ലവർ, ചായ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.